നമുക്ക് വൈകിട്ടത്തേക്ക് ഒരു ചായക്കടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2-3 പീസ് ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ബ്രെഡ് പൊരിച്ചത് ഉണ്ടാക്കാതെ നമ്മളുടെ ഇവിടെ നിന്ന് ബ്രെഡ് പൊരിച്ചതെന്നാണ് കേട്ടോ പറയണത്. എൻ്റെ മക്കളെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും നേരെ അടുക്കളയിലോട്ടാണ്ടാ കയറി വരാറ്. എന്നിട്ട് ചോദിക്കും, അമ്മയെ വിശന്നിട്ട് വയ്യ എന്താ ഉണ്ടാക്കിയേക്കണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് ബ്രെഡ് പൊരിച്ചത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മൈദ എടുത്തിട്ടുണ്ട്, അരിപ്പൊടി, 2 മുട്ട, എള്ള്, ഉപ്പ്, പഞ്ചസാര, മഞ്ഞൾ പൊടി. കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾ പൊടി ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മധുരം ആവശ്യമില്ലെന്നാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ലൂസാക്കി ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാമേ. എന്നിട്ട് നമുക്കൊരു ചീനച്ചട്ടി വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ബ്രെഡ് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടിയിൽ മുക്കി ഇതുപോലെ മുരിച്ചെടുക്കാം കേട്ടോ 2 സൈഡും. അപ്പോൾ നമുക്കിത് ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. പക്ഷേ ഞങ്ങളിവിടെ പഴംപൊരി ഉണ്ടാക്കുമ്പോഴത്തേക്കും എള്ള് ചേർക്കാറില്ല കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഓരോന്നായിട്ട് വറുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ.